നമസ്കാരം. 13 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും വെടിക്കെട്ട് ബാറ്റിംഗുമായി തിളങ്ങിയതോടെ അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഷാർജയിൽ നടന്ന സെമി ഫൈനലിൽ അയൽക്കാരായ ശ്രീലങ്കയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം അങ്ങനെയാണ് ഉണ്ടായത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 173 റൺസിന് ഓൾ ഔട്ടായപ്പോൾ ഇന്ത്യ 21.4 ഓവറിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. സൂര്യവംശിയുടെ വെടിക്കെട്ട് ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ത്യൻ ജയം അനായാസമാക്കിയത്. വെറും 24 പന്തുകളിലാണ് താരം അർദ്ധ സെഞ്ചുറി പിന്നിട്ടത്. നേരത്തെ UAEക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിലും വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിരുന്നു. ഇന്ത്യ 10 വിക്കറ്റിന് ജയിച്ച മത്സരത്തിൽ ഓപ്പണിംഗ് ഇറങ്ങിയ സൂര്യവംശി 46 പന്തുകളിൽ നിന്ന് 76 റൺസായിരുന്നു നേടിയത്. 3 ഫോറുകളും 6 സിക്സറുകളും ഈ ഇന്നിംഗ്സിൽ സൂര്യവംശി നേടിയിരുന്നു. ആദ്യ 2 മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ ഈ 13-കാരന്റെ ഗംഭീര തിരിച്ചുവരവായിരുന്നു UAEക്കെതിരെ കണ്ടത്. താരത്തിന്റെ ഷോട്ടിംഗ് മികവും ഹാൻഡ് പവറും ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക അണ്ടർ-19 ടീം ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഓപ്പണർമാർ 2 പേരെയും നഷ്ടമാകുമ്പോൾ ശ്രീലങ്കൻ സ്കോർ 8 റൺസ് മാത്രം. 69 റൺസ് നേടിയ ലക്വിൻ അബേസിംഗയുടെയും 42 റൺസ് എടുത്ത വിക്കറ്റ് കീപ്പർ ബാറ്റർ S ഷൺമുഖനാഥിന്റെയും ബാറ്റിംഗാണ് ശ്രീലങ്കൻ സ്കോർ 173 എത്തിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ചേതൻ ശർമ്മ 3 വിക്കറ്റുകൾ വീഴ്ത്തി. 174 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ കൗമാരപ്പടയ്ക്ക് വേണ്ടി ആയുഷ് മേത്രയും വൈഭവ് സൂര്യവംശിയും വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. ഇരുവരും തകർത്തടിച്ചതോടെ അതിവേഗം ഇന്ത്യയുടെ സ്കോർ കുതിച്ചു കയറി. വെറും 3 ഓവറുകളിൽ ടീം സ്കോർ 50 റൺസ് കടന്നു. വൈഭവ് സൂര്യവംശി ആയിരുന്നു കൂട്ടത്തിൽ കൂടുതൽ അപകടകാരി. ഓപ്പണിംഗ് വിക്കറ്റിൽ വെറും 8.3 ഓവറിൽ 91 റൺസാണ് ഇരുവരും ചേർന്ന് നേടിയത്. തുടർന്ന് ആയുഷ് മേത്ര 34 റൺസുമായി പുറത്തായി. വെറും 24 പന്തിൽ അർദ്ധ സെഞ്ചുറി കടന്ന വൈഭവ് സൂര്യവംശി ഇതിനുശേഷവും വെടിക്കെട്ട് തുടർന്നു. എന്നാൽ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ 14-ാം ഓവറിൽ താരം വീഴുകയായിരുന്നു. 36 പന്തുകളിൽ 6 ഫോറുകളും 5 സിക്സും സഹിതം 67 റൺസായിരുന്നു ഈ ഒരു 13-കാരന്റെ സമ്പാദ്യം. ഇന്ത്യയുടെ ജയം ഉറപ്പാക്കിയ ശേഷമായിരുന്നു താരം പുറത്തായത്. അതേസമയം ഇത്തവണത്തെ IPL മെഗാ ടയർ ലേലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ കളിക്കാരനാണ് വൈഭവ് സൂര്യവംശി. ലേല ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ വൈഭവ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് ഡൽഹി ക്യാപിറ്റൽസുമായി നടത്തിയ ശക്തമായ മത്സരത്തിലൂടെയാണ്. 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തിന് വേണ്ടി 1 കോടി രൂപ വരെ ഡൽഹി ക്യാപിറ്റൽസ് വിളിച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്ന രാജസ്ഥാൻ റോയൽസ് 1,10 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു. രാജസ്ഥാനിൽ രാഹുൽ ദ്രാവിഡിന്റെ ശിക്ഷണം ലഭിക്കുന്നതോടെ കരിയറിൽ അടുത്ത തലത്തിലേക്ക് ഉയരാൻ വൈഭവ് സൂര്യവംശിക്ക് സാധിക്കും എന്നാണ് കരുതപ്പെടുന്നത്.